ഇറാന്റെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ മസൂദ് പെസസ്കിയാനെ അഭിനന്ദിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് പ്രസ്താവന പുറപ്പെടുവിച്ചു. മേഖലയിൽ സമാധാനവും ശാന്തതയും കൈവരുത്താൻ വേണ്ടി ഇറാന്റെ പങ്കാളിത്തം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ തന്നെ എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും സൗദി അറേബ്യയുടെ ഭാഗത്ത് പുതിയ പ്രസിഡന്റ് ഉണ്ടാവും എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പതിറ്റാണ്ടുകളോളം ഇറാനും സൗദി അറേബ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു, വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ ഒക്ടോബർ 7-ാം തീയതി കുറച്ചു മുമ്പായിട്ട് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള സംഘർഷാവസ്ഥ മധ്യസ്ഥതയോടുകൂടി അവസാനിച്ചത്. അങ്ങനെ പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലാണ് രണ്ട് വിഭാഗം കൂടി ഇല്ലാതാക്കിയത്. അങ്ങനെ രണ്ട് വിഭാഗം കൂടി ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ശ്രമം ചൈന നടത്തിയത്. അവിടെ രണ്ട് വിഷയം പറയുന്നത് ആശയപരമായിരിക്കുന്ന ഒരു ഏകോപനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സുന്നി രാജ്യമാണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷിയ രാജ്യമാണ്. അപ്പൊ ആശയപരമായ രീതിയിൽ സുന്നികളും ഷിയാക്കളും തമ്മിൽ കൈകോർത്തുകൊണ്ട് ഒരു ഏകോപനം ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ആവശ്യമാണ് എന്നൊരു തോന്നൽ കൂടിയാണ് ഈ വിഷയം ലഘൂകരിക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നതിന് അമേരിക്ക ഒരിക്കലും യോജിപ്പില്ല. കാരണം വിഘടിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം പല ഘട്ടങ്ങളിലും ബ്രിട്ടനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയും പല രാജ്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പൊ ഷിയാക്കളും സുന്നികളും എല്ലാ കാലത്തും സംഘർഷപരമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്ത് അതിനിടയിലൂടെ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് എളുപ്പം അമേരിക്കക്ക് സാധിച്ചിരുന്നു. കാരണം ഇറാൻ ഒറ്റപ്പെടുത്താൻ വേണ്ടി സൗദി അറേബ്യയെ കൂട്ടുപിടിക്കുന്ന ഒരു രീതി മുമ്പേ ഉണ്ടാകുന്നതാണ്. ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ അത് പ്രകടമായിട്ട് വന്നതാണ്. അത് പ്രകടമായിട്ട് വരാനുള്ള ഒരു കാരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാനോട് സഹായം തേടി എന്നുള്ളതാണ്. എന്തിന്? സദ്ദാം ഹുസൈൻ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഭൂമിക വിട്ടുതരാൻ വേണ്ടി ഇറാനോട് ആവശ്യപ്പെടാനുള്ള ഒരു കാരണമുണ്ട്. 10 കൊല്ലത്തോളം യഥാർത്ഥത്തിൽ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിധി വരെ ഇറാഖിന് ഉണ്ടായിട്ടുണ്ട്. 8 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ശത്രുതാപരമായിരിക്കുന്ന ഒരു സമീപനമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിനെതിരെ ഉണ്ടാവുക എന്നതിനാൽ സഹായം ചോദിച്ചാൽ ആ സമയത്ത് തന്നെ ഇറാൻ സഹായിക്കുമെന്ന് അമേരിക്ക മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇറാനോട് ചോദിച്ചത്. പക്ഷേ ഇറാൻ പറഞ്ഞ കാര്യം, ഏതൊരു തരത്തിലുള്ള ശത്രുത ഇറാഖുമായിട്ട് തങ്ങൾക്കുണ്ടെങ്കിൽ പോലും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സൈനികരെ തങ്ങളുടെ രാജ്യത്ത് നിർത്തിക്കൊണ്ട് ഒരു അറബ് രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിൽ അകലാൻ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ തിരിച്ചു പറയുന്ന സമയത്ത് ഈ സുന്നി രാജ്യമാണ് ഇറാഖ്, ഷിയ രാജ്യമാണ് ഇറാൻ. സുന്നി രാജ്യമാണ് സൗദി അറേബ്യയും ഖത്തർ, ഒമാൻ അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ സുന്നി രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാഖ് എന്ന് പറയുന്ന സുന്നി രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവിധ പരവധാന്യം വിരിച്ചുകൊണ്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ അറബ് രാജ്യത്ത് നിന്നാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിന്റെ ഒരു പിന്തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയപരമായിരിക്കുന്ന തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ചൈന ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കിയത്. അങ്ങനെ പോയി ഏകദേശം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വന്ന് ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടന്ന സമയത്ത് തന്നെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ചെങ്കടലിൽ ഹൂത്തികൾ പ്രതിരോധമുണ്ടാക്കും എന്ന് പറഞ്ഞ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെ ഐക്യത്തോടു കൂടി തങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അമേരിക്ക പ്രഖ്യാപനം നടത്തിയത്. അതിന് ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈജിപ്ത്, സൗദി അറേബ്യ, ബഹ്റൈൻ, UAE അടങ്ങുന്ന രാജ്യങ്ങളോടാണ് സഹായം തേടിയത്. നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്ന തരത്തിൽ. അതിന് സൗദി അറേബ്യ തന്നെയാണ് ആദ്യം മറുപടി പറഞ്ഞത്. ഹൂത്തികളുമായിട്ടുള്ള യാതൊരു വിധ സംഘർഷാവസ്ഥയ്ക്കും തങ്ങൾ ഇല്ല എന്നുള്ളതും നിങ്ങൾ ഹൂത്തികൾ ആക്രമിക്കുന്നതോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതും അവരെ വെറുതെ വിടുകയാണ് വേണ്ടത്. കാരണം അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ നിലപാടിനോട് യോജിപ്പില്ല എന്ന് ആദ്യം പറഞ്ഞത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ അതിൽ നിന്ന് അമേരിക്കയുടെ നിലപാടിനെ എതിർത്ത് സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഈജിപ്ത് സംസാരിച്ചു, UAE സംസാരിച്ചു. ഒരു സഹകരണം ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം അമേരിക്കക്ക് ആദ്യഘട്ടത്തിൽ
ഘട്ടത്തിൽ തന്നെ വന്നത് വലിയ രീതിയിൽ തിരിച്ചടിയായി. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരിക്കലും രാജ്യത്തിന് അകത്തോ രാജ്യത്തിന് പുറത്തോ ഒരു രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്ക് തന്നെ ഉണ്ടായിരുന്നു. മേഖലയിൽ ഏറ്റവും സമാധാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമാവാൻ തീർച്ചയായിട്ടും ഇറാന്റെ സഹകരണം ആവശ്യമുണ്ട് എന്നുള്ള പരാമർശം പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയുടെ ഭാഗത്തു തന്നെ ഉണ്ടായതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റയീസിയുടെ മരണം അത് അപകട മരണമാണെങ്കിൽ പോലും അതിലെ ദുരൂഹത ഇപ്പോൾ നീങ്ങിയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യമായിരിക്കുന്ന അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റുന്നു. ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെയാണ് നടക്കുന്നത് രഹസ്യമായ രീതിയിൽ. പങ്കാളിത്തമുണ്ട് എന്ന് ഇറാനോ അല്ലെങ്കിൽ തങ്ങളാണ് ചെയ്തതെന്ന് ഇസ്രായേലോ എന്തെങ്കിലും പങ്കാളിത്തം തങ്ങൾക്കുണ്ടെന്ന് അമേരിക്കയോ ഒരു രാജ്യവും അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ഇറാൻ ആ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. പക്ഷേ അതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള രഹസ്യമായിരിക്കും അന്വേഷണം നടക്കുന്നുണ്ട്. അത് ലോകത്തൊക്കെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്ന സംഭവങ്ങളുടെ വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു ഭാഗമാണ് ഇറാന്റെ പ്രസിഡന്റിന്റെ മരണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇറാൻ പ്രസിഡന്റ് മാത്രമല്ല വിദേശകാര്യമന്ത്രിയും ഏറ്റവും വലിയ 5 ഉദ്യോഗസ്ഥന്മാരുമാണ് അതിൽ മരണപ്പെട്ടത് എന്നുള്ള കാര്യം. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ഇലക്ഷൻ പ്രചരണത്തിനെതിരെ വെടിയേറ്റു എന്ന് പറയുന്നതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച സംഭവമാണ്. അപ്പോൾ ഇത്രയും സുരക്ഷിതനായി നിൽക്കേണ്ട ഒരു അമേരിക്കയുടെ മുൻ പ്രസിഡന്റിന് പോലും വേണ്ട രീതിയിൽ സുരക്ഷിതം ഒരുക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നു. അതല്ലെങ്കിൽ അവരെ പോലും മുൻ പ്രസിഡന്റിനെ പോലും അല്ലെങ്കിൽ പ്രസിഡന്റിനെ പോലും ആക്രമിക്കാൻ പാകത്തിലാണ് ശത്രുപക്ഷം യഥാർത്ഥത്തിൽ കരുത്ത് നേടിയിരിക്കുന്നത് എന്നൊക്കെ തെളിയിക്കുന്നതാണ് യഥാർത്ഥ ട്രംപിന് നേരെ ഉണ്ടായിരുന്ന വെടിവെപ്പ്. അദ്ദേഹത്തിന്റെ ചെവിയിൽ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ തല ഉന്നം വെച്ച് കൊണ്ടുള്ള വെടിവെപ്പാണ് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്ന കാര്യമാണ്. മഹാഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അത് വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പിന്നീട് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒമാനിലെ പള്ളിയിൽ നടന്ന ഷിയ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് മേഖലയിലെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പര്യാപ്തമാണ് എന്ന തരത്തിലുള്ള രീതികളൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നീട് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 8 മാസമായി ഒരു രാജ്യങ്ങൾ ഇടപെട്ടിട്ടും അന്താരാഷ്ട്ര മേഖലയിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന ഭരണാധികാരികൾ ഈ വിഷയത്തിലൊക്കെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ പരമാവധി നഗരങ്ങളും ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ തകർന്ന് അടഞ്ഞിട്ട് പോലും യുദ്ധം നിർത്താൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാവുന്നില്ല. യുദ്ധം നിർത്തിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അമേരിക്ക അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പൊ ലോകം മുഴുവനും സംഘർഷാവസ്ഥയിലും ലോകം മുഴുവനും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലും വിഷയത്തിലും ആവുന്ന സമയത്ത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഏറ്റവും നല്ല സൗഹൃദമാണ്, ഏറ്റവും നല്ല ബന്ധമാണ് ഉണ്ടാവേണ്ടത് എന്നൊരു നിലപാട് സൗദി അറേബ്യ ആവർത്തിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ പ്രശംസനീയമായിരിക്കുന്ന കാര്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാര്യം രണ്ട് യുദ്ധങ്ങളിലും റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലും പാലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അത് തെളിയിക്കപ്പെട്ടതാണ്. അത് നിഷേധിക്കാൻ ഇറാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരേ കക്ഷികൾ തന്നെയാണ് രണ്ട് രാജ്യങ്ങളിലും യുദ്ധം ചെയ്യുന്നതും എതിർക്കുന്ന കക്ഷികളും ഏറെക്കുറെ ഒരേ രാജ്യങ്ങളിൽ തന്നെയാണ് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഇങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ അഭിനന്ദിച്ചുകൊണ്ടും സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ വേണ്ടി ഏകോപനത്തോടു കൂടി നീങ്ങണം എന്നുള്ള ഒരു അഭിപ്രായം സൗദി അറേബ്യയുടെ ഭരണാധികാരി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ദർശനത്തെ, ഈ നിലപാടിനെ ഇറാൻ രാജ്യം തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്.